നിർമ്മാണം കഴിയും മുൻപേ മഴക്കാലത്ത് ഇടിഞ്ഞു തുടങ്ങിയ ദേശീയപാത 66 മലയാളികളെ ഓർമ്മിപ്പിക്കുന്നത് നാം ഇനിയും മറന്നിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെയാണ്. ഇതേ ദേശീയപാതയുടെ മറ്റൊരു ഭാഗത്ത് മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയ ഒരു മലയാളിക്ക് വേണ്ടി കേരളം മുഴുവൻ കാത്തിരുന്ന ആ ദിവസങ്ങൾ. മുഴുവൻ മലയാളികളുടെയും മനസ്സിൽ നോവായി അവശേഷിക്കുന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് ജീവൻ നഷ്ടപ്പെട്ട ഷിരൂരിലെ ആ മണ്ണിടിച്ചിൽ. കർണാടകയിലെ അങ്കോലയിലാണ് നിർമ്മാണം പൂർത്തിയാകും മുൻപ് കനത്ത മഴയിൽ NH66 മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന് ഒരു വശത്തുള്ള കുന്നിടിഞ്ഞ് വഴിയരികിൽ വിശ്രമിക്കുകയായിരുന്ന അർജുനെയും ലോറിയെയും കൊണ്ട് ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് അർജുന് വേണ്ടി നടന്ന തിരച്ചിൽ മലയാളി ഒരിക്കലും മറക്കില്ല. ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അർജുന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായത്. അങ്കോലയിലെ ആ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് തുടക്കം മുതൽ തന്നെ വ്യാപക വിമർശനങ്ങളും ഉയർന്നിരുന്നു. പിന്നീട് നടന്ന വിശദമായ പരിശോധനയിൽ കുന്നു തുറന്നുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് ഷിരൂർ ദുരന്തത്തിന് വഴിവെച്ചതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ദേശീയപാതയുടെ കൂടുതൽ ഭാഗങ്ങളിൽ നാശമുണ്ടാകാതിരിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. NH66 അന്ന് കവർന്നെടുത്തത് അർജുൻ ഉൾപ്പെടെ 9 പേരുടെ ജീവനാണ്. 2 പേരെക്കുറിച്ച് ഇന്നും വിവരമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സമാനമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും സംഭവിക്കുന്നത്. ഏകദേശം 66% പ്രവൃത്തികൾ പൂർത്തിയായപ്പോഴാണ് ദേശീയപാത പലയിടത്തായി ഇടിഞ്ഞു തുടങ്ങിയതെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ആദ്യം ഇടിഞ്ഞത് മലപ്പുറം കൂരിയാടിനും കളപ്പുറത്തിനും ഇടയിലാണ്. ഇതുവഴി സഞ്ചരിച്ചിരുന്ന കാറുകൾക്ക് മുകളിലേക്കാണ് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. തലനാര ഇഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. റോഡിലുടനീളം ചെറിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന്റെ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വയൽ പ്രദേശത്തിന് അഭികാമ്യമായ നിർമ്മാണ രീതിയല്ല ദേശീയപാത ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് വ്യാപക വിമർശനം ഉയർന്നത്. പ്രദേശത്തിന്റെ ഘടന മനസ്സിലാക്കാതെ ഉയർന്ന തോതിൽ മണ്ണിട്ടു പൊക്കി നിർമ്മാണം നടത്തിയതാണ് വിള്ളലിനും തകർച്ചയ്ക്കും കാരണമായതെന്നാണ് വിദഗ്ധർ പറയുന്നത്. വയഡക്ട് രീതിയല്ലേ മലപ്പുറത്തെ കൂരിയാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേണ്ടിയിരുന്നതെന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. തൊട്ടുപിന്നാലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിർമ്മാണം നടക്കുന്ന ദേശീയപാത തകർന്നതായി വാർത്തകൾ പുറത്തുവന്നു. സമീപ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തതോടെയാണ് പല ഭാഗങ്ങളും ഒന്നിച്ച് തകർന്നതെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. മലപ്പുറത്തിനു പുറമെ തൃശൂരും കാസർഗോഡും കണ്ണൂരും ദേശീയപാതയുടെ ഭാഗങ്ങൾ തകർന്നു. മലപ്പുറം എടരിക്കോട് മമ്മാലിപ്പടിയിൽ റോഡിൽ വിള്ളലും കണ്ടെത്തി. ചാവക്കാടും കാസർഗോഡും വലിയ വിള്ളലും മണ്ണിടിച്ചിലുമുണ്ടായി. പ്രതിപക്ഷ കക്ഷികളും നാട്ടുകാരും ഒക്കെ അശാസ്ത്രീയമായ നിർമ്മാണം ആരോപിച്ച് വ്യാപക പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വേനലിൽ ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലത്ത് എന്താകും സ്ഥിതി എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ഇവിടെ മണ്ണിട്ട് പൊക്കിയ വയൽ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതോടെ അടിത്തട്ട് കൂടുതൽ ദുർബലമായേക്കും. അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കില്ലേ എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. അർജുന്റെ ജീവനെടുത്ത ഷിരൂർ അപകടം ഉൾപ്പെടെ ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലമുണ്ടാകുന്ന പല അപകടങ്ങളും കേരളത്തിന് താക്കീത് നൽകുന്നുണ്ട്.